Good morning. Morning. Good morning, ma'am. Morning, ma'am. Yeah, I am Aisha Anup. Yep. ഞാൻ വിമൽ അക്കാദമിയിൽ വന്നിട്ട് ഏകദേശം 1.5 വർഷത്തിന്റെ മേലെ ആയിട്ടുണ്ട്. 10th ബാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വെബിനാർസ് ചെയ്യുന്നുണ്ട്, സെഷൻസ് ചെയ്യാറുണ്ട്, വിമൽ അക്കാദമിയിലും അല്ലാതെയൊക്കെ ചെയ്യാറുണ്ട്. സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 3rd ഇയർ ആയി. ഓക്കെ. Okay, ma'am. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എടുത്തിട്ടുള്ളത് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തതിന് തന്നെ വലിയ താങ്ക്സ്. കാരണം ഇത്രയും ഒരു സമയത്ത്, ഈ ഒരു സമയത്ത് എല്ലാവരും ഒരുപോലെ വന്നിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ നമുക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും എത്തുന്നത് തന്നെ. ഓക്കെ. ഹായ് ജോഹൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ജോഹൻ എന്റെ സ്റ്റുഡന്റ് ആണ്. എന്റെ ഇമോഷണൽ ഇന്റലിജൻസിലെ ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് ആയിരുന്നു ജോഹൻ. ഹവ് യു? ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരും ഇവിടെ അവൈലബിൾ ആവുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വലിയൊരു അപ്രീസിയേഷൻ ആണ്, അംഗീകാരമാണ്. വളരെ വലിയൊരു താങ്ക്സ് അതിനായിട്ട് എല്ലാവരോടും പറയുന്നു. ഓക്കെ, നമുക്ക് എന്താണ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് ആണ്. വാട്ട് ഈസ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് വേഴ്സസ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ആണ് അസുഖങ്ങള്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്തല്ല, അതിന് മാത്രം വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡിലാണ് പോവാറുള്ളത്. ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല എന്നാണ് കൂടുതൽ ഒരു തെറ്റിദ്ധാരണ വരാറുണ്ടായിരുന്നു. പക്ഷെ ബോത്ത് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്, ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വലിയ കണക്ഷൻസ് ഉണ്ട്. അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ എല്ലാവരും പോകുന്നത്. ആഫ്റ്റർ കോവിഡ് പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഓരോ ആളുകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ മെന്റലി ഫിറ്റ് ആണ്, മെന്റലി നമ്മൾ ഓക്കെ ആണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മുടെ റുട്ടീൻസ് എല്ലാം ഒരു പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇരിക്കുന്നില്ല. നമുക്ക് കൃത്യമായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്, കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, കൃത്യമായി ചിന്തിക്കാനും കൃത്യമായി പഠിക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി പെരുമാറാനും എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ യു ആർ മെന്റലി ഓക്കെ. ഇതിനൊന്നും പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും നേരിടുന്നില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ അതേസമയം ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് വരികയാണ്. രാത്രി കടന്നു കഴിഞ്ഞാൽ ഉറക്കം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ. എന്നിട്ട് എപ്പോഴോ ഉറക്കത്തിൽ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോകുന്നു. ഇതുപോലൊരവസ്ഥ വരികയാണ്. കൃത്യമായി ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു റുട്ടീൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഭക്ഷണം കഴിക്കുന്നത് കൃത്യം സമയത്ത് അല്ലാതായി മാറുന്നു. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ചിലവർക്ക് സംഭവിക്കുന്നു. പിന്നെ എന്താ വരുന്നത്, പിന്നെ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ നമുക്ക് ആംഗ്രി ഇഷ്യൂസ് വരുന്നു, ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മളെ ബാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് മെയിൻ. സ്ട്രെസ്സിന്റെ കാരണമായിട്ട് വരാൻ ട്രോമാസ് കാരണം വരാം, എന്തും ആവാം. അപ്പൊ അതിന് നമുക്ക് റീസൺ എന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം.
സ്ട്രെസ് ആണോ, ട്രോമയാണോ, ഓർ എനിത്തിങ് എൽസ്, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. അതിനാദ്യമേ സെൽഫ് അവയർനെസ് ആണ്. നമ്മളെ പറ്റി നമുക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്കാണ് കൃത്യമായി തുടക്കത്തിലേ മനസ്സിലാവുന്നത് എങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കാനും അതിന് വേണ്ട തെറാപ്പികളോ മറ്റോ കൊടുക്കാനും എല്ലാം നമുക്ക് സാധിക്കും. അതേസമയം ഇത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ മനസ്സിലാക്കി എടുത്ത് നമ്മളെ ഇതിനെ പ്രിപ്പയർ ആക്കി നമ്മളെ ഓക്കെ ആക്കി എടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഇത് ഒരുപാട് വേഴ്സായി പോയിട്ടുണ്ടാവും. സിറ്റുവേഷൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമുക്ക് സെൽഫ് അവയർനെസ് ആദ്യം വേണം. എല്ലാത്തിനെ പറ്റിയും ഒരു കൃത്യമായ ഒരു അവബോധം വേണം. എന്താണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം വേണം. ദെൻ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്തിന്റെ വ്യത്യാസം അല്ലെങ്കിൽ അത് പറയുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. മെന്റൽ ഹെൽത്ത് നമുക്ക് ഓക്കെ ആണ്. നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്. നമുക്കെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതൊരു സിറ്റുവേഷനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ നമുക്ക് ഫിസിക്കലി അതിനുശേഷം വരുന്ന മറ്റുള്ള അസുഖങ്ങൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ മെന്റലി സ്ട്രോങ് ആണ്. മെന്റലി സ്ട്രോങ് ആയ ഒരാൾക്ക് ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് വരുന്ന മറ്റുള്ള ഏതുതരം അസുഖങ്ങളാണെങ്കിലും അതിനെ നമുക്ക് സ്ട്രോങ് ആയി നേരിടാനും കൃത്യമായി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് മെന്റലി നമ്മൾ സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. അത് കൃത്യമായി നടന്നു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അതേസമയം മെന്റലി സ്ട്രോങ് അല്ലാത്ത ഒരാളാണ്, മെന്റലി നമ്മൾ ഭയങ്കര വീക്കാണ്, ഡൗൺ ആണ് എങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമായി കൊണ്ടിരിക്കുക ചെയ്യുള്ളൂ. അവർക്ക് സ്ട്രെസ് കൂടി വരും. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട്. ഇത് തമ്മിൽ ഈ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാളാണെങ്കിൽ അത് അവർക്ക് കൃത്യമായി ഉണ്ട്, മെന്റലി സ്ട്രോങ് ആണ്, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കലി വരുന്ന ഏത് തരം അസുഖമാണെങ്കിലും അവർക്കത് അസുഖങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതിനെ നേരിടാൻ പറ്റും. പെട്ടെന്ന് തന്നെ റിക്കവറായി ജീവിതത്തിലോട്ട് വരാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ മെന്റലി ഫിറ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ മെന്റലി ഫിറ്റ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്യണം. ഇന്ന് പിന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടിയൊന്നും വരുന്നില്ല. കാരണം ഇതുപോലെ ഒരുപാട് വെബിനാർസും സെഷൻസും തെറാപ്പികളെ പറ്റിയിട്ടുള്ള വിവരങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മെഡിറ്റേഷൻസ് ആണെങ്കിൽ മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. യോഗ ചെയ്യണോ, യോഗ അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ട് തന്നെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കടമയുള്ളൂ. നമുക്കെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ബോധം ഉണ്ടാവുക, നമ്മൾ എന്ത് ചെയ്യാം, ഇതെല്ലാം യൂസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ആ ഓക്കെ. അപ്പോ ഓക്കെ ദെൻ അതുപോലെ തന്നെ നമ്മള് ഫിസിക്കലി ഫിറ്റ് ആണ്, മെന്റലി ഭയങ്കര വീക്കാണ്. ഫിസിക്കലി നമുക്ക് യാതൊരുവിധ അസുഖങ്ങളും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷെ അവർക്ക് സ്ട്രെസ് ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, അത് കാരണം മെന്റലി വീക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിച്ചു തുടങ്ങും. അത് പിന്നീട് അവരുടെ ഉറക്കത്തെ ബാധിക്കുന്നതിനനുസരിച്ച് മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഫിസിക്കൽ ഹെൽത്തിൽ ബാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് വരുന്നു. സ്ട്രെസ് കൂടുതലുള്ള ആളുകളിൽ PCOD പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട്
ഒരുപാട് പ്രശ്നങ്ങൾ ഫിസിക്കൽ ഹെൽത്തിനെ ഇവർക്ക് ബാധിക്കുന്നു. സ്ട്രെസ് കൂടുതൽ ഉണ്ടായത് കൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നു, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഉറങ്ങാതിരിക്കും, രണ്ടാമത്തെ ദിവസം നമ്മൾ ഉറങ്ങാതിരിക്കും, കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ് തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് എന്തായിരിക്കും അവസ്ഥ? എല്ലാം ഒരു അലൈൻ ചെയ്ത് കൃത്യമായ ഒരു അലൈൻമെന്റിൽ പോകുന്ന ഒരു ജീവിതത്തിൽ ഇതിനെല്ലാം പെട്ടെന്ന് മാറ്റം വരികയാണ്. ആദ്യം എടുത്ത് കളയപ്പെടുന്നത് ഉറക്കമായിരിക്കും. നമ്മുടെ ഉറക്കത്തിനായിരിക്കും ഒരു ഡിസോർഡർ സംഭവിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന, അല്ലെങ്കിൽ അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ആളിൽ ഇതെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് കംപ്ലീറ്റ്ലി മാറ്റം വന്നുകൊണ്ടിരുന്നതിന് ശേഷം അവരുടെ ഉറക്കം കംപ്ലീറ്റ്ലി താറുമാറായി, പിന്നെ ഭക്ഷണത്തിലേക്ക് കടന്നു, ഭക്ഷണം താറുമാറായി. അപ്പൊ ഇതിനെ അനുസരിച്ച് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് കംപ്ലീറ്റ്ലി വേഴ്സായി കൊണ്ടിരിക്കും. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് വരാൻ തുടങ്ങും. വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകും. ചില ആളുകൾക്ക് ഗ്യാസിന്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നമുക്ക് എങ്ങനെ ചെയ്താലും മാറ്റം വരുന്നില്ല. കാരണം അവർ മെന്റലി അവർക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സിലൂടെ പോകുന്നവർക്കായിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നുണ്ടാകുക. അവരുടെ ആ ഒരു മെന്റലി അവർ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് അത് ഓക്കെ ആയിരിക്കും. കാരണം ഈ മെന്റലി ഫിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സിലൂടെയും ആൻസൈറ്റിലൂടെയും പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഈറ്റിംഗ് ഡിസോർഡർ അല്ല, ഈറ്റിംഗ് റുട്ടീനെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. അത് കാരണം അവർക്ക് ഈ അസിഡിറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മറ്റുള്ള അസുഖങ്ങൾ വരും. ബോഡി പെയിന് കാണുന്നത് ഉണ്ടാകാറുണ്ട്. അതായത് ശരീരത്തിൽ നീര് വരുന്ന പോലെയുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ ബോഡി ഭയങ്കരമായിട്ട് പെയിന് വരുന്നു. ഇപ്പൊ ഈ പെയിനിന് വേണ്ടി എത്ര തന്നെ ചികിത്സിച്ചാലും എന്ത് തന്നെ മരുന്ന് കൊടുത്താലും ഇതൊന്നും, ആ മരുന്ന് കൊടുക്കുമ്പോൾ അതോട്ട് മാറും, വീണ്ടും അതുപോലെ വരുന്നു. എത്ര ടെസ്റ്റ് ചെയ്താലും ആൾ ഓക്കെയാണ്, മറ്റുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസും ആൾക്ക് വരുന്നില്ല. ആൾ മെന്റലി ഫിറ്റ് അല്ലാത്തത് കൊണ്ട് ആളുടെ ബോഡിയിൽ കാണിക്കുന്ന മറ്റുള്ള തരത്തിലുള്ള ഓരോ റിയാക്ഷൻസ് ആണ് ഈ കാണിക്കുന്നതെല്ലാം. സോ അതിന് അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ എന്താണ് ആൾക്ക് സംഭവിക്കുന്നത്? ആൾക്ക് സ്ട്രെസ് ഉണ്ടോ, ആൻസൈറ്റി ഉണ്ടോ, മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ട്രോമ ഉണ്ടോ, ഫിയർ ഉണ്ടോ, എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനനുസരിച്ചുള്ള തെറാപ്പികൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ബോത്ത് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഫിസിക്കൽ ഹെൽത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറായി വരാൻ വളരെ എളുപ്പമാണ്. അവരെ ഒന്നും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എലമെന്റ് ആയിട്ട് ഈ ഒരു മെന്റൽ ഫിറ്റ് അവിടെ ഉണ്ടാവും. അതേസമയം മെന്റലി ഫിറ്റ് അല്ലാത്ത ഒരാൾക്ക്, അതില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി എത്ര തന്നെ ഫിറ്റ് ആണെങ്കിലും അതെല്ലാം നഷ്ടപ്പെട്ട് ഒരു വലിയൊരു രോഗാവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്ന അത്രയും വലിയൊരു അവസ്ഥ ഈ ഒരു മെന്റലി ഫിറ്റ് അല്ലാത്ത ഒരാൾക്ക് വരും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാനസിക ആരോഗ്യത്തിനാണ്. അതാണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. അത് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റും പോസിറ്റിവിറ്റി നിറയുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഒപ്പമുള്ളവരിലും ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഓക്കെ ആകുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറും ഓക്കെ ആയി വരുന്നത് കാണാം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റും ഒരു ഓറ പോലെ ക്രിയേറ്റ് ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ എപ്പോഴും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മെന്റൽ ഹെൽത്തിന് വേണ്ടി കൊടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ എല്ലാവരും എന്ത് ചെയ്യുന്നത്, മെഡിറ്റേഷന് വേണ്ടി ഇവിടെ വന്നിരുന്നു, ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇതുപോലെയുള്ള ഓരോ വിവരങ്ങളെ പറ്റി അറിയുന്നു, സെഷൻസ് കാണുന്നു. നമ്മളെപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക, പ്രാക്ടീസ് ചെയ്യുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, എല്ലാം വിട്ടുകൊടുക്കുന്ന ഇറ്റ്സ് ഓക്കെ അക്സെപ്റ്റ് ചെയ്യുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുക, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഒരുപാട് വലിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് വേഴ്സസ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് സമയമല്ലേ ഉള്ളത്, അത് കാരണമാണ് ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. പിന്നെ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. മെന്റൽ ഹെൽത്തിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സുകൾ ഒന്ന് ഷോർട്ടായിട്ട് പറയാൻ പറ്റും? മെന്റൽ ഹെൽത്തിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത് മെഡിറ്റേഷൻ ചെയ്യാം, യോഗ കുറച്ച് ബെറ്റർ ആയിരിക്കും, പിന്നെ ജേർണലിംഗ് ചെയ്യാൻ പറ്റും, അഫർമേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സരിത മാം പറഞ്ഞോളൂ. അല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ നല്ലതായിരിക്കും എന്ന് പറയുന്നേ. അതെ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇന്നൊരു ദിവസം നമ്മൾ ഇതെല്ലാം ചെയ്തു, നാളെ കംപ്ലീറ്റ് ആയിട്ട് മാറി അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഡേ ബൈ ഡേ നമ്മൾ ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം ചെയ്യുമ്പോഴും ഇതെല്ലാം നമ്മളൊരു ചേഞ്ച് ആയിട്ട്, നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിർത്താതെ ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് ദിവസം ചെയ്തു, കുറച്ച് ദിവസം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, പിന്നെ ഞാൻ അടുത്തത് പിന്നെ ചെയ്യാം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, നമ്മൾക്ക് ഇതൊരു റുട്ടീനായിട്ട് കൊണ്ടുവരാം. ഒരു സേവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു റുട്ടീൻ ഉണ്ട്. സേവേഴ്സ് എന്ന് പറയുന്നതിൽ എസ് എന്ന് പറയുന്നത് സൈലൻസ്, നമ്മളുടെ മെഡിറ്റേഷൻ, നമ്മളുടെ പ്രയറുകൾ, അതൊക്കെ എസ്. പിന്നെ എ എന്ന് പറയുന്നത് അഫർമേഷൻ, ബി വിഷ്വലൈസേഷൻ, നമുക്ക് നമ്മുടെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് നമ്മളത് ഫീൽ ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. പിന്നെ ഇ എന്ന് പറയുന്നത് എനർജൈസർ, എക്സസൈസ്. എസ് എന്ന് പറയുന്നത് സ്ക്രൈബിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ജേർണലിങ്, അത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇമോഷൻസ്, വരുന്ന ഇമോഷൻസ് ഒക്കെ എഴുതിയിട്ട് അതിനിങ്ങനെ നമുക്ക് റിമൂവ് ആക്കാം നമ്മുടെ മൈൻഡിൽ നിന്ന്. അങ്ങനെ ഒരു റുട്ടീനായിട്ട് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഞാൻ ഇതുപോലെ ആദ്യം ഇതുപോലെ ഓരോന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം മെഡിറ്റേഷൻ തുടങ്ങി, പിന്നെ അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഒരു സേവേഴ്സ് റുട്ടീൻ കണ്ടത്. അപ്പോ പിന്നെ ഞാൻ ഈ സേവേഴ്സ് ചെയ്യും. സേവേഴ്സിന് എഴുതി വെച്ചിട്ട് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ രാവിലെ ടിക്കിടും. അപ്പൊ നമുക്കൊരു സിസ്റ്റം ഉണ്ടാവും ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ചെയ്യില്ല, കുറച്ചു നേരം തുടക്കത്തിൽ കുറച്ചു നേരം ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ 5 മിനിറ്റ് ഒക്കെ ഓരോന്ന് ചെയ്യാം, പിന്നെ അത് കൂട്ടി കൊണ്ടുവരാം. അപ്പൊ നല്ലതായിരിക്കും. എനിക്ക് നല്ല ഒരു വ്യത്യാസം വന്നു. കാരണം മെന്റലി എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നു, ഇത് ചെയ്യാൻ തുടങ്ങി. അതെ, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതായത് ഈ പറഞ്ഞ പോലെ ജേർണലിംഗ് ചെയ്യാന്ന് പറയുമ്പോൾ ജേർണലിംഗ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി പ്രൊഡക്റ്റീവായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ മെഡിറ്റേഷന്റെ കാര്യം വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷം മുന്നേ പറഞ്ഞാൽ 1-2 വർഷം മുൻപൊക്കെ ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് മെഡിറ്റേഷൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിന്റെ മുമ്പ് ഇതിനെപ്പറ്റി അങ്ങനെ നോക്കാറേയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു 5 മിനിറ്റ്സ് പോലും ഞാനൊരു മെഡിറ്റേഷന്റെ സെഷനിൽ ഞാൻ ഇരുന്നിട്ടില്ല. കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകും. എന്നെ കൊണ്ട് സാധിക്കുന്നേ ഇല്ല. ഞാൻ അവിടുന്ന് ലീവ് ചെയ്തിട്ട് പോയി. എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, എനിക്കിത് സെറ്റ് ആവില്ല. വെറുതെ ഒരു സമയം ജസ്റ്റ് അത് കേട്ടിരിക്കുക എന്നല്ലാണ്ട് അത് ഇൻഡെപ്തിൽ എടുത്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞാനത് ലീവ് ചെയ്തു. കാരണം എനിക്ക് പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പറ്റുന്നില്ല എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതിനു വേണ്ടി ഇനി ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ ആ ഒരു സമയം തന്നെ വേസ്റ്റ് ആക്കണം, വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ള ഒരു മൈൻഡിൽ ഞാനത് വിട്ടേ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു മെഡിറ്റേഷനിലോട്ട് തിരിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്ക് കുറച്ച് സെഷൻസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ആഫ്റ്റർ മെഡിറ്റേഷൻ സെഷൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 hour മെഡിറ്റേഷന്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ ജോയിൻ ചെയ്യണം. ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഞാനൊരു മെഡിറ്റേഷന്റെ സെഷനിൽ ജോയിൻ ചെയ്താൽ മാത്രമേ എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്മൂത്ത് ആയിട്ട് ഒരു സെഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് 15 മിനിറ്റ്സിന്റെ ആ ഒരു മെഡിറ്റേഷന്റെ ലാസ്റ്റ് 15 മിനിറ്റ്സ് ഞാൻ എപ്പോഴും ജോയിൻ ആവാൻ തുടങ്ങി. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കൊന്നുമില്ല, കാരണം എനിക്കിത് ആവശ്യമല്ല. അതാണ് ഞാൻ എന്റെ മെന്റലി ഞാൻ എന്ത് ചെയ്യാണ്, എനിക്കിത് സെറ്റ് ആവുന്നില്ല, എനിക്കിതൊന്നും പറ്റുന്നില്ല, എനിക്കിതൊന്നും സെറ്റ് ആവില്ല. ഇതായിരുന്നു ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ആവശ്യം എന്താണ്, എനിക്ക് സെഷൻ എടുക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ 15 മിനിറ്റ് മുമ്പ് ഞാൻ ജോയിൻ ചെയ്യും. അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് മാറി. അതായത് ഡേ ബൈ ഡേ എല്ലാ ദിവസവും ഞാൻ ഈ 15 മിനിറ്റ് മുമ്പ് ലാസ്റ്റ് മിനിറ്റ് ഓഫ് മെഡിറ്റേഷനിൽ എന്തുണ്ടാവും, ഞാൻ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നീട് ഫസ്റ്റത്തെ ദിവസം ഞാൻ ശ്രദ്ധിക്കാതായി, രണ്ടാമത്തെ ദിവസം ശ്രദ്ധിക്കാതായി. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത് നിൽക്കുമ്പോ തന്നെ എനിക്ക് പിന്നീട് മാറ്റം തോന്നാൻ തുടങ്ങി. അതായത് അപ്പൊ ആദ്യം എനിക്ക് തോന്നിയ ഒരു ഇറിറ്റേഷൻ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെന്താണ് ഇത്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് മാറി. ഇതിലെന്തോ ഉണ്ടല്ലോ, എന്തോ ഒരു അട്രാക്റ്റീവ് എലമെന്റ് അതിലുണ്ടല്ലോ, നമുക്ക് എന്തോ ഒരു സംഭവം നമുക്ക് സ്പാർക്ക് തരിക എന്ന് പറയുന്ന പോലെ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോഴാണ് എനിക്കത് കിട്ടിയത്. ഫസ്റ്റത്തെ ഡേ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. ജസ്റ്റ് കേറി അതുപോലെ തന്നെ ഒരു 2 or 3 മിനിറ്റ്സ് പോലും ഞാൻ അതിലിരിക്കാണ്ട് ഞാൻ ഇറങ്ങി വന്ന ആള് എന്റെ അതായത് അവസ്ഥ കൊണ്ട് നിർബന്ധമായിട്ട് എനിക്ക് അതിൽ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. അത് കാരണം മാത്രം ജോയിൻ ചെയ്ത്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയം അതിലിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് പറ്റി, ആ ഒരു കാര്യം എനിക്ക് മാറി. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാനും അതിൽ നമുക്ക് ഇൻഡെപ്തിലോട്ട് എടുക്കാനൊക്കെ സാധിക്കുള്ളൂ. തുടക്കത്തിൽ വരുന്ന ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിനെപ്പറ്റി ബോധേഡേ ആവണ്ട. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു ബോധർനെസ് കൊടുക്കാതെ എന്ത് ചെയ്യാ, ജസ്റ്റ് ഓണാക്കി വെക്കുക ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലോട്ട് പോകും. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇൻഡെപ്തിലോട്ട് ഇത് കയറാൻ തുടങ്ങും എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മൾ എഫേർട്ട് എടുക്കുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. അതിനുശേഷം പിന്നീട് ഇതിങ്ങനെ നമ്മൾ ഇൻഡെപ്തിലോട്ട് വരുന്നതായിട്ട്, മാറ്റങ്ങൾ വരുന്നതായിട്ടൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? മെഡിറ്റേഷൻ ആയിട്ട് ആയാലും ഇപ്പൊ നമ്മൾ ശരിക്കും ഒരു 2 weeks ഒക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ച് നേരം ചെയ്താൽ മതി. അപ്പോഴത്തേനും അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, മാക്സിമം 2 weeks എങ്കിലും നമ്മള് അതെ കുറച്ച് ചെയ്യാം. ഈ സേവേഴ്സ് റുട്ടീൻ പറഞ്ഞതില് ഓരോന്നും കുറച്ച് നേരം ചെയ്യാം. 10 മിനിറ്റ് ടൈം കൊടുത്തിട്ട് ചെയ്യാതെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 5 മിനിറ്റ്സ് ചെയ്ത് നോക്കുക, പിന്നത്തത് ഒരു 15 മിനിറ്റ്സ് ആക്കി നോക്കുക, 10 മിനിറ്റ്സ് ആക്കുക, 15 മിനിറ്റ്സ് ആക്കുക. ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ എക്സസൈസിന്റെ കാര്യം പറഞ്ഞു, എക്സസൈസ് ചെയ്യാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് എക്സസൈസ് ഭയങ്കരമായിട്ട് കാര്യം ഉണ്ടാവുന്ന കാര്യമാണ്, റിസൾട്ട് കിട്ടുന്ന കാര്യമായിരിക്കും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഓക്കെ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യാണ്, ഞാൻ ഇന്ന് തൊട്ടിട്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു, ഞാൻ എന്റെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റത്തെ ഡേ തന്നെ ഒരു 1 hour കാർഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റത്തെ ഡേ 1 hour ചിലപ്പോ അപ്പത്തെ ഒരു സ്പിരിറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് ചെയ്യും. പിറ്റത്തെ ദിവസം ആ വഴിക്ക് പോലും വരാൻ കഴിയില്ല. കാരണം നല്ല രീതിയിൽ ബോഡി പെയിൻ ഉണ്ടാവും, നമുക്ക് വേണ്ടെന്നും തോന്നും. അതേസമയം അതിനെ ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ, ഫസ്റ്റ് 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ചെയ്യാം. അത് കുറച്ച് ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ദെൻ അതിനെ വീണ്ടും ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ വീണ്ടും ആഡ് ചെയ്യാം. ഈ രീതിയിൽ ചെയ്ത് 1 hourലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ അത് റുട്ടീന്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് വരുന്ന എഫക്റ്റുകൾ, ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ബാധിക്കുന്നുണ്ടാവില്ല. നമ്മൾ പോലും അറിയാതെ നമ്മളൊരു 1 hour 2 hours ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ തുടക്കത്തിലേ നമ്മൾ ഇതുപോലെ വലുതായിട്ട് പോയി എടുത്ത് 1-2 ദിവസം ചെയ്ത് പിന്നെ നമ്മൾ അവിടെ ഇടുന്നത് എന്തുകൊണ്ടാണ്? ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുക, അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, പിന്നെ കുറച്ച് കൂട്ടിക്കൊണ്ടുവരിക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുക, കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. 21 days continuous ഓക്കെ, പറഞ്ഞോളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ? ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് തുടർച്ചയായിട്ട് ഒരു കാര്യം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ ചിന്തകൾ വരികയാണ്, അതിനെന്താ വഴി? ചിന്തകൾ വരുന്നത് ഈ പറഞ്ഞ പോലെ ഫോക്കസ് നഷ്ടപ്പെടുന്നത് കൊണ്ടും ഒക്കെയാണ്. അപ്പൊ അതിന് മെഡിറ്റേഷൻ തന്നെയാണ് നമ്മളെ ഫോക്കസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവരാനും
ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതിനനുസരിച്ചിട്ട് മാറ്റം കാണാൻ സാധിക്കും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഇപ്പൊ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഫസ്റ്റ് ഡേ ഓഫ് മെഡിറ്റേഷൻ ഞാൻ എന്റെ ഇന്റൻഷൻ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. ഒരു 2 minutes പോലും ഞാൻ അതിലിരിക്കാതെ ഞാൻ ഇറങ്ങിപ്പോന്നു. ചിലവരെന്ത് ചെയ്യും, ഓക്കെ എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നുമില്ല എന്നാലും ഞാൻ ജസ്റ്റ് കേട്ട് നോക്കാന്നുണ്ട് വെറുതെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു അരമണിക്കൂർ വേസ്റ്റ് ചെയ്യാനില്ല എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പക്ഷെ എനിക്കൊരു നിർബന്ധമായ സാഹചര്യത്തിൽ ഞാൻ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതെല്ലാം സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാല് തുടക്കത്തിൽ നമുക്ക് ഈ ഫോക്കസിന്റെ പ്രശ്നമെല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം വരും. പക്ഷെ നമ്മൾ എന്ത് തന്നെ വന്നാലും ശരി നമുക്ക് ഫോക്കസ് കിട്ടുന്നില്ല, നമ്മൾ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോക്കസ് കിട്ടുന്നതായിട്ടും നമുക്ക് അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടൊക്കെ മാറ്റങ്ങൾ വരുന്നത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം, അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കി ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ വരുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റം വരും. മെഡിറ്റേഷൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമേ വരില്ല. അവർക്ക് നല്ല രീതിയിൽ ഫോക്കസ് ഉള്ള ഒരാളായിരിക്കും. അത് പ്രാക്ടീസ് ചെയ്തോളും നല്ല രീതിയിൽ. സർ ഈ നമ്മൾക്ക് പക്ഷേ നമ്മളുടെ ഇത് ഇപ്പൊ പറഞ്ഞില്ലേ സാറിന് ഫോക്കസ് നമുക്ക് കിട്ടണില്ല. എങ്ങനെയാ? പറഞ്ഞോളൂ സാർ. ആരെ ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാല് എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ്. ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ്. അത് നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു റൺ ചെയ്യാനുള്ള മണിയില്ല. അപ്പൊ അതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറൊന്നിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. സർ നമ്മുടെ ഫിനാൻഷ്യൽ മെഡിറ്റേറ്റ് ഇരിക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അതെ, ഓക്കെ, മനസ്സിലായി. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് ഈ പറഞ്ഞ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടാവും. അതായത് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല, നമ്മൾ എങ്ങനെ ചെയ്താലും ഇതൊന്നും റെഡി ആവുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതായത് ഈ ഒരു കാര്യം നമ്മളെല്ലാം മാറി, നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി, നമ്മളെല്ലാം പ്രോബ്ലംസ് എല്ലാം മാറി, നമ്മൾ ഏറ്റവും നമ്മുടെ ആഗ്രഹിച്ച നമ്മുടെ ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട്, റുട്ടീന്റെ ഭാഗമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും തോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടേ നമ്മുടെ തോട്ടിന് നമ്മുടെ തോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നല്ലത് നമ്മുടെ ഗൈഡഡ് ഇപ്പൊ മെഡിറ്റേഷനേക്കാളും കൂടുതൽ നമ്മൾ എന്താണ് ഇപ്പൊ ഒരു കാര്യത്തിൽ ശ്രദ്ധ കിട്ടണില്ല എന്ന് പറഞ്ഞല്ലോ സാർ, അതിന് കൂടുതൽ നല്ലത് നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ടല്ലോ. ആദ്യം 2-3 വട്ടം ഡീപ് ബ്രീത്ത് എടുക്കുക, അതിനുശേഷം നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ചിന്തകൾ വരുമ്പോ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇതൊരു പ്രാക്ടീസ്, ഇത് ബ്രെയിനിനുള്ള ഒരു ട്രെയിനിങ് ആണ്. ഈ ഒരു ഇത് ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോക്കസ് കൂടും, ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ഫോക്കസ് കൂടാനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ നല്ലത്. നമ്മുടെ നോർമൽ, അതായത് അതിനുവേണ്ടി നമ്മൾ എന്താ സ്ട്രെസ് ചെയ്തിട്ട് ബ്രീത്ത് എടുക്കൊന്നും വേണ്ട, നോർമൽ നമ്മുടെ ബ്രീത്തിങ്ങിൽ ഇങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് കുറച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും, അയ്യോ ഞാനിപ്പോ ബ്രീത്തിങ്ങിലാണല്ലോ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാവുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ ബ്രീത്തിങ്ങിൽ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു തിരിച്ചറിവ് തന്നെ നമുക്ക് ആ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കണം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ തോട്ടുകളെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതുപോലത്തെ വിഷ്വലൈസേഷനും അങ്ങനത്തെ ടെക്നിക്കുകളൊക്കെ നമുക്ക് അപ്പൊ ചെയ്യാനും പറ്റും നന്നായിട്ട്. അപ്പൊ ഓക്കെ, എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് തീർച്ചയായിട്ടും കാണാം. എല്ലാവരും മെഡിറ്റേഷൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ഡേ പോലും വിട്ടുകൊടുക്കാതെ എന്ത് ചെയ്യുക, കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുന്നതിനനുസരിച്ച് ഡെഫിനറ്റ്ലി നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു.
Okay. Okay, thank you, madam. Thank you so much for active listening and active hearing. എന്നും ഇതുപോലെ ജെറ്റിക്കായിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. നമ്മൾ ഓരോ ടീമും ഓരോ ടീമിലെ ഓരോ അംഗങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. ഓരോ ദിവസം വ്യത്യസ്തമായ സെഷനുകളായിട്ട് ടോപ്പിക്കുകളായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. താങ്ക്സ് ഫോർ യുവർ ആൾ സപ്പോർട്ട്. Thank you, ma'am. Okay, thank you, ma'am. Thank you so much.